നമസ്കാരം. ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അനധികൃത താമസക്കാർക്കായുള്ള പരിശോധന കുവൈത്തിൽ സജീവം. പോലീസ് നടത്തിയ റെയ്ഡിൽ 100-ലേറെ പേർ പിടിയിൽ. 2015 എണ്ണ ഉൽപാദനം പ്രതിദിനം 3.5 മില്യൺ ബാരലായി വർദ്ധിപ്പിക്കുമെന്ന് കുവൈറ്റ്. രാജ്യം ലക്ഷ്യം വയ്ക്കുന്നത് 2020 4 മില്യൺ ബാരലിന്റെ പ്രതിദിന ഉൽപാദനം. അബുദാബിയിൽ കെട്ടിടങ്ങളുടെ വിലയിലും വാടകയിലും വർധന. വാർഷിക വാടക വർധന പരിധി എടുത്തുകളഞ്ഞത് കാരണം മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർ ബുദ്ധിമുട്ടിൽ. ഹാരിസൺ മലയാളം ലിമിറ്റഡിന്റെ സ്വത്ത് ഏറ്റെടുക്കാനുള്ള സംസ്ഥാന സർക്കാർ നീക്കത്തിന് തിരിച്ചടി. സ്വത്ത് 3 കമ്പനികൾക്കായി വിഭജിച്ച് നൽകുന്നതിൽ എതിർപ്പില്ലെന്ന് ഹൈക്കോടതിയിൽ കേന്ദ്രത്തിന്റെ സത്യവാങ്മൂലം. ഭൂമി ഏറ്റെടുക്കൽ നിർത്തിവെക്കാൻ സാധ്യത. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുമായി സഹകരിക്കുമെന്ന് ആർ.എം.പിയുടെയും ആം ആദ്മിയുടെയും രാഷ്ട്രീയം ഒന്നാണെന്ന് പാർട്ടി നേതൃത്വം. ആം ആദ്മിയിൽ ചേരുമെന്ന വാർത്ത പി.ടി.എ. റഹീം എം.എൽ.എ. തള്ളി. കുവൈത്തിൽ അനധികൃത താമസക്കാർക്കായുള്ള പരിശോധന വീണ്ടും സജീവമാകുന്നു. ഷുവൈക്കിൽ ഇന്ന് വൈകിട്ട് പോലീസ് നടത്തിയ റെയ്ഡിൽ 100-ലേറെ പേർ പിടിയിലായി. ഷുവൈക്ക് ഇൻഡസ്ട്രിയൽ ഏരിയയിലായിരുന്നു പരിശോധന. പിടിയിലായവരിൽ ഖാദിം വിസക്കാരായ നിരവധി മലയാളികളും ഉൾപ്പെട്ടതായി ദൃക്സാക്ഷികൾ പറയുന്നു. 2015 എണ്ണ ഉൽപാദനം പ്രതിദിനം 3.5 മില്യൺ ബാരലായി വർദ്ധിപ്പിക്കുമെന്ന് കുവൈറ്റ് പെട്രോളിയം മന്ത്രി അലി ഉൽ ഉമേർ അറിയിച്ചു. എണ്ണ വിപണിയിലെ വിലയേക്കാൾ വിപണി സന്തുലനം നിലനിർത്തുന്നതിനാണ് കുവൈറ്റ് മുൻതൂക്കം നൽകുന്നതെന്നും 2020 4 മില്യൺ ബാരലിന്റെ പ്രതിദിന ഉൽപാദനമാണ് രാജ്യം ലക്ഷ്യം വയ്ക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ പ്രതിദിനം 2.9 മില്യൺ ബാരൽ എണ്ണയാണ് ഒപെക് അംഗരാജ്യമായ കുവൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത്. അബുദാബിയിൽ വാർഷിക വാടക വർധന പരിധി എടുത്തുകളഞ്ഞ തീരുമാനവും സർക്കാർ ജീവനക്കാർ അബുദാബിയിൽ തന്നെ താമസിക്കണമെന്ന നിയമവും മൂലം കെട്ടിടങ്ങളുടെ വിലയിലും വാടകയിലും വൻതോതിൽ വർധന ഉണ്ടായതായി റിപ്പോർട്ട്. ഇത് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികളെ പ്രതിസന്ധിയിലാക്കുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അബുദാബിയിൽ വാർഷിക വാടക വർധനാ പരിധി എടുത്തുകളഞ്ഞ തീരുമാനവും സർക്കാർ ജീവനക്കാർ അബുദാബിയിൽ തന്നെ താമസിക്കണമെന്ന നിയമവും തലസ്ഥാന നഗരിയിലെ മലയാളികൾ അടക്കമുള്ളവർക്ക് തിരിച്ചടിയാകുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വൻതോതിൽ വാടക വർധനയാവശ്യപ്പെട്ട് നിരവധി പേർക്ക് കെട്ടിടോടമകളിൽ നിന്നും നോട്ടീസുകൾ ലഭിച്ചു തുടങ്ങി. വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നവർക്കും അപ്പാർട്ട്മെന്റുകളിൽ താമസിക്കുന്നവർക്കുമാണ് പ്രധാനമായും നോട്ടീസ് ലഭിച്ചത്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പുത്തനുണർവ് വന്നതോടെയാണ് വാർഷിക വാടക വർധനാ പരിധി 5% നിശ്ചയിച്ചിരുന്നത് എടുത്തുകളഞ്ഞത്. കെട്ടിടോടമയും വാടകക്കാരനും ചേർന്ന് ഓരോ വർഷവും വാടക നിശ്ചയിക്കാനും അനുമതി നൽകിയിരുന്നു. 120% വർധനവാണ് ബഖാല നടത്തി ജീവിക്കുന്ന കണ്ണൂർ സ്വദേശി ഷെരീഫിന് വന്നത്. നിലവിൽ 1 ലക്ഷം ദിർഹം വാടകയുള്ള കട ഡിസംബർ മുതൽ 2,20,000 ദിർഹമാക്കി ഉയർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഉള്ളത് 40,000 നിന്ന് 50,000 കൂട്ടിയിട്ട് ഒറ്റയടിക്ക് 90,000 ആക്കി. ഞങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് ടൈമിൽ 22,000 ആയിരുന്നു ഞങ്ങൾക്ക് വാടക ഉണ്ടായിരുന്നത്. അത് പിന്നെ ADCB ഓരോ വർഷവും 5% കൂട്ടി ലാസ്റ്റ് 30,000-ലെത്തി. വർദ്ധിപ്പിച്ച വാടക നൽകാൻ തയ്യാറായില്ലെങ്കിൽ സ്ഥാപനം ഒഴിഞ്ഞുകൊള്ളാനും നിർദ്ദേശിച്ചു. ഇദ്ദേഹത്തിന്റെ സമീപത്തു തന്നെ സലൂൺ നടത്തുന്ന മലയാളിക്കും വാടക വർധനയുടെ ഇരുട്ടടി ലഭിച്ചിട്ടുണ്ട്. 40,000 ദിർഹമായിരുന്ന വാടക 90,000 ദിർഹമായി വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകി. മുസഫയിലും 100%-ലധികം വാടക വർധനയാണ് വ്യാപാരികളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതോടൊപ്പം അപ്പാർട്ട്മെന്റുകളിലും വില്ലകളിലും താമസിക്കുന്നവർക്കും വാടക വർധന ആവശ്യപ്പെട്ട് രേഖാമൂലവും അല്ലാതെയുമുള്ള മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. അബുദാബിയിൽ അഭൂതപൂർവമായ രീതിയിൽ കെട്ടിട വിലയിൽ വർധനയുണ്ടായതോടൊപ്പം തന്നെ അപ്പാർട്ട്മെന്റുകൾക്കും വില്ലകൾക്കും കൂടുതൽ ആവശ്യകതയുമുണ്ടായി. വർഷങ്ങളായി ഒരേ അപ്പാർട്ട്മെന്റുകളിൽ താമസിക്കുന്നവർക്കാണ് വാടക വർധനാ പരിധി എടുത്തുകളഞ്ഞത് ഏറ്റവും കൂടുതൽ തിരിച്ചടിയാവുക. നേരത്തെ വാടക കുറവായിരുന്ന സാഹചര്യത്തിൽ അപ്പാർട്ട്മെന്റുകൾ എടുത്തവർ ഇതുവരെ പ്രതിവർഷമുള്ള 5% വർധനയുടെ സൗകര്യം ഉപയോഗിച്ചു വരികയായിരുന്നു. ഇതുമൂലം യഥാർത്ഥ വാടകയേക്കാൾ കുറവാണ് വാർഷിക വാടകയായി നൽകിയിരുന്നത്. വാടക വർധനാ പരിധി എടുത്തുകളഞ്ഞതോടെ വർഷങ്ങളായി ഒരേ അപ്പാർട്ട്മെന്റുകളിൽ താമസിക്കുന്നവർ മാർക്കറ്റ് വിലയനുസരിച്ചുള്ള പുതിയ വാടക കൊടുക്കേണ്ടി വരും. ജവാദ് മുഹമ്മദ്, മീഡിയ 1, അബുദാബി. സൗദി തൊഴിൽ മന്ത്രാലയത്തിന്റെ 7 സേവനങ്ങൾ ഇനി ഓൺലൈൻ വഴി മാത്രമായിരിക്കുമെന്ന് അണ്ടർ സെക്രട്ടറി സിയാദ് സ്വാനി അറിയിച്ചു. വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യുകയും പുതുക്കുകയും ചെയ്യൽ, താൽക്കാലിക വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യൽ, ഫൈനൽ എക്സിറ്റിനുള്ള വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യൽ, ഹുറൂബ് രജിസ്റ്റർ ചെയ്യലും റദ്ദാക്കലും, പ്രൊഫഷണൽ മാറ്റം, സ്പോൺസർഷിപ്പ് മാറ്റം, റദ്ദാക്കൽ തുടങ്ങി 7 സേവനങ്ങളാണ് ഓൺലൈൻ സേവന മേഖലയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വ്യാഴാഴ്ച മുതൽ വെബ്സൈറ്റിൽ ഇത് ലഭ്യമാകും. വ്യാഴാഴ്ചയ്ക്ക് ശേഷം രാജ്യത്തെ തൊഴിൽ വകുപ്പിന്റെ ഒരു ഓഫീസിൽ നിന്ന് ഈ സേവനങ്ങൾ ലഭിക്കുകയില്ല എന്നും അദ്ദേഹം അറിയിച്ചു.
രോഗികളുടെ അവകാശത്തെക്കുറിച്ച് ബോധവൽക്കരിക്കാനുള്ള പ്രത്യേക പാനലിന് രൂപം നൽകാൻ ഉന്നതാരോഗ്യ സമിതി പദ്ധതിയിട്ടു. ഡോക്ടർമാരുടെ അശ്രദ്ധ കാരണമോ അലസത മൂലമോ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അന്വേഷിക്കാനും തുടർ നടപടികൾ സ്വീകരിക്കാനുള്ള വിദഗ്ധ ഉപദേശം നൽകുക എന്നതാണ് പാനലിന്റെ പ്രധാന ചുമതല. ഖത്തർ കൗൺസിൽ ഫോർ ഹെൽത്ത് പ്രാക്ടീഷണേഴ്സിന്റെ ശുപാർശ അനുസരിച്ചാണ് ഉന്നതാരോഗ്യ സമിതി പുതിയ പാനലിന് രൂപം നൽകാൻ തീരുമാനിച്ചത്. ചികിത്സാ രംഗത്തുള്ള മുഴുവൻ പരാതികളും അന്വേഷിക്കാനുള്ള ചുമതല പുതിയ പാനലിനുണ്ടാകും. രാജ്യത്ത് ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കാനുള്ള ലൈസൻസ് നൽകുക, രോഗികൾക്ക് നീതി ലഭിക്കാൻ വേണ്ട വിദഗ്ധ ഉപദേശം നൽകുക തുടങ്ങിയവയാണ് സമിതിയുടെ പ്രധാന ചുമതലകൾ. ആരോഗ്യമേഖലയിൽ ഉണ്ടാകുന്ന പരാതികൾ ബോധിപ്പിക്കുന്നതിന്റെ രീതികളെപ്പറ്റി രാജ്യത്തെ നിവാസികൾക്കുള്ള ആശങ്ക അകറ്റുക എന്നതും കൂടി പുതിയ സമിതിയുടെ രൂപീകരണത്തിന് SCHനെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. സമിതിയുടെ പ്രവർത്തനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ചർച്ചയിലൂടെ തീരുമാനിക്കുമെന്ന് QCH CEO ജമാൽ റാഷിദ് അൽ ഖൻജി വ്യക്തമാക്കി. റമീസ് ചാത്തിയാറ, മീഡിയ 1, ദോഹ. ഒമാനിൽ സർക്കാർ സ്ഥാപന മേധാവിക്ക് കൈക്കൂലി നൽകിയെന്ന കേസിൽ പ്രമുഖ പ്രവാസി വ്യവസായി ഡോക്ടർ ഗൾഫാർ P. മുഹമ്മദ് അലി ഉൾപ്പെടെ 2 മലയാളികൾക്ക് മസ്കത്ത് പ്രാഥമിക കോടതി തടവും പിഴയും വിധിച്ചു. കേസിലെ ഒന്നാം പ്രതി ഒമാൻ പെട്രോളിയം ഡെവലപ്മെന്റ് ടെൻഡർ മേധാവി ജുമാ അൽ ഹിനാനിയെയും കോടതി ശിക്ഷിച്ചു. കേസിലെ 1ഉം 2ഉം പ്രതികളായ ജുമാ ഹിനായ്, മുഹമ്മദ് അലി എന്നിവർക്ക് 3 വർഷം തടവും 6 ലക്ഷം റിയാൽ പിഴയുമാണ് ശിക്ഷ. മൂന്നാം പ്രതിയും കമ്പനിയിലെ മലയാളി മാനേജർ നൌഷാദ് 2 ലക്ഷം റിയാൽ പിഴയും 2 വർഷം തടവും കോടതി വിധിച്ചു. കമ്പനിക്ക് 2011 ലഭിച്ച കരാർ നീട്ടിക്കിട്ടുന്നതിന് കമ്പനി അധികൃതരിൽ നിന്ന് ടെൻഡർ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ കൈക്കൂലി കൈപ്പറ്റി എന്നതാണ് കേസ്. 1ഉം 2ഉം പ്രതികൾക്ക് 3 ലക്ഷം റിയാലും മൂന്നാം പ്രതിക്ക് 1 ലക്ഷം റിയാലും കെട്ടിവെച്ച് അപ്പീൽ നൽകാമെന്നും കോടതി നിർദ്ദേശിച്ചു. വിവരങ്ങളുമായി ഷിനോജ് ഷംസുദ്ദീൻ ചേരുന്നു. ഷിനോജ്, എന്താണ് കേസ്? ഇതിൽ അപ്പീൽ പോകാനുള്ള സാധ്യതകൾ എന്താണ്? വിശദാംശങ്ങൾ. ഒമാൻ സർക്കാരിന്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ കൈക്കൂലി കൈപ്പറ്റി എന്നുള്ളതാണ് കേസ്. ഇത് 2 കമ്പനികൾ തമ്മിലുള്ള മത്സരത്തിന്റെ ഭാഗമായിട്ട് പുറത്തു വന്ന ഒരു കേസായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇപ്പോൾ നൽകാവുന്ന ഏറ്റവും പുതിയ വിവരം ഗൾഫാർ മുഹമ്മദ് അലിക്കും മറ്റും ജാമ്യം ലഭിച്ചിരിക്കുന്നു. അവർ വിധിക്കെതിരെ ശക്തമായി അപ്പീലിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇത് പ്രാഥമിക കോടതിയുടെ വിധിയാണ്. ഒരു തുർക്കി കമ്പനി നടത്തിയ തങ്ങളെ ഈ കരാർ ലഭിക്കാതെ പോയ ഒരു തുർക്കി കമ്പനി തങ്ങളെ നിയമക്കുരുക്കിൽ പെടുത്തുകയായിരുന്നു എന്നാണ് ഗൾഫാർ കമ്പനി ഇപ്പോൾ ഇതിനോട് പ്രതികരിച്ചിട്ടുള്ളത്. ഉന്നത കോടതികളിൽ നിന്ന് തങ്ങൾക്ക് നീതി ലഭിക്കും എന്നാണ് ഗൾഫാറിന്റെ ഇപ്പോഴത്തെ പ്രതീക്ഷ. ഷിനോജ് ഷംസുദ്ദീൻ വിശദാംശങ്ങൾ നൽകിയത്. ബഹ്റൈനിൽ സബ്സിഡി ലഭിക്കുന്ന പെട്രോൾ ഉൽപ്പന്നങ്ങൾക്ക് കള്ളക്കടത്ത് നടത്താൻ ശ്രമിച്ച 3 പേരെ പിടികൂടിയതായി അധികൃതർ അറിയിച്ചു. കള്ളക്കടത്തിന് ഉപയോഗിച്ച വാഹനവും വസ്തുക്കളും പിടികൂടിയതായി അധികൃതർ അറിയിച്ചു. കള്ളക്കടത്തിന് ഉപയോഗിച്ച വാഹനങ്ങളും വസ്തുക്കളും പിടിച്ചെടുത്തിട്ടുണ്ട്. പ്രതികൾക്ക് 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. ഇതുകൂടാതെ സബ്സിഡി കൂടാതെയുള്ള വസ്തുവിന്റെ 3 ഇരട്ടി വില പിഴയായും ഈടാക്കും. ഡിസംബർ അവസാനം പാകിസ്ഥാൻ സന്ദർശനത്തിന് പോയ UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ കഴിഞ്ഞ ദിവസം തിരിച്ചെത്തി. സ്വകാര്യ സന്ദർശനത്തിനായാണ് ഷെയ്ഖ് ഖലീഫ പാകിസ്ഥാൻ സന്ദർശിച്ചത്. ഇന്നലെ മടങ്ങിയെത്തിയ ഷെയ്ഖ് ഖലീഫയെ സ്വീകരിക്കാൻ നിരവധി പേരാണ് വിമാനത്താവളത്തിൽ എത്തിയത്. കുവൈത്തിൽ പറക്കും ആംബുലൻസുകൾ വരുന്നു. 6 മാസത്തിനുള്ളിൽ 130 ഹെലികോപ്റ്റർ ആംബുലൻസുകൾ സേവനം ആരംഭിക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയത്തിലെ സാങ്കേതിക വിഭാഗം അണ്ടർ സെക്രട്ടറി ഡോക്ടർ ജമാൽ അൽ ഹർബി അറിയിച്ചു. തുടക്കത്തിൽ സബാനിലെ അൽ അദ് അബ്ദുള്ള വ്യോമത്താവളത്തിലെ താൽക്കാലിക ഹെലിപാഡ് കേന്ദ്രീകരിച്ചായിരിക്കും എയർ ആംബുലൻസുകൾ പ്രവർത്തിക്കുകയെന്നും അൽ സബാഹ് ആരോഗ്യ മേഖലയിലെ പ്രത്യേക ഹെലിപാഡ് നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് ആസ്ഥാനം അങ്ങോട്ട് മാറ്റുമെന്നും അദ്ദേഹം അറിയിച്ചു. വാർത്തകൾ തുടരുന്നു. UAEയിലെ ജലവൈദ്യുതി ഉപയോഗം 10% വരെ കുറയ്ക്കാൻ ഫെഡറൽ ജലവൈദ്യുതി അതോറിറ്റിയുടെ പദ്ധതി വരുന്നു. രാജ്യത്തെ സർക്കാർ സ്ഥാപനങ്ങളും വിദ്യാലയങ്ങളും മറ്റ് കാര്യാലയങ്ങളുമായി ചേർന്ന് സഹകരിച്ചാണ് പദ്ധതി. പദ്ധതിയുടെ ഭാഗമായി ആദ്യ വർഷം 10% വരെ ഉപയോഗം കുറയ്ക്കാനാകുമെന്നാണ് സൂചന. രണ്ടാം ഘട്ടം 2015 ആരംഭിക്കും. ദുബായിൽ കേന്ദ്രമന്ത്രി ശശി തരൂരുമായുള്ള അഭിമുഖത്തിനിടെ മാധ്യമപ്രവർത്തകന് നേരെ ശശി തരൂരിന്റെ ഭാര്യ സുനന്ദ പുഷ്കർ അപമര്യാദയായി പെരുമാറിയതായി ആരോപണം. UAEയിലെ പ്രമുഖ ഇംഗ്ലീഷ് പത്രമായ ഖലീജ് ടൈംസിന്റെ റിപ്പോർട്ടർക്ക് നേരെയാണ് സുനന്ദ പുഷ്കർ ആക്രോശിച്ച് മദ്യമൊഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതെന്ന് പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് സുനന്ദ പുഷ്കർ ട്വിറ്ററിൽ പ്രതികരിച്ചു. സൗദി അറേബ്യയിലെ പ്രധാന ഒട്ടകമേളയിലൊന്നായ ഉമ്മൂർ റുഖീബിയയിലെ കിങ് അബ്ദുൽ അസീസ് ഫെസ്റ്റിവൽ സമാപിച്ചു. ഒട്ടകങ്ങളെ സ്വന്തമാക്കാനും പ്രദർശനം കാണാനും സൗദിക്ക് പുറമെ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള ഒട്ടകപ്രേമികളാണ് 3 മാസം നീണ്ട മേളയിൽ എത്തിയത്.
ഹഫറൽബാദ് പ്രവിശ്യയിൽപ്പെട്ട അർത്താവിയിൽ നിന്ന് 80 കിലോമീറ്റർ അകലെ നഫൂദ മരുഭൂമിയിലാണ് ഒട്ടകമേള നടന്നത്. അമീർ മിഷൽ ബിൻ അബ്ദുൽ അസീസിന്റെ നേതൃത്വത്തിൽ 22 വർഷം മുമ്പാണ് മേള ആരംഭിച്ചത്. എല്ലാ വർഷവും ഹിജ്റ മാസം ഷവ്വാലിലാണ് മേള തുടങ്ങാറുള്ളതെങ്കിലും ഇത്തവണ വൈകിയാണ് തുടങ്ങിയത്. അപൂർവ ഇനങ്ങളിൽപ്പെട്ട ഒട്ടകങ്ങളെ കാണാനും വാങ്ങാനുമായി കുവൈത്ത് ഉൾപ്പെടെയുള്ള GCC രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി പേർ മേളക്കെത്തിയിരുന്നു. ഒട്ടകങ്ങളുടെ പ്രായവും സൗന്ദര്യവും അനുസരിച്ച് നല്ല വില നൽകിയാണ് ഒട്ടകങ്ങളെ ലേലത്തിൽ സ്വന്തമാക്കുന്നത്. في جمل يجي هذا خشم كذا هذا برطم كذا سبسم كذا كبير يجي فلوس زيادة. ഒട്ടകങ്ങളുടെ അലങ്കാര മത്സരവും മേളയോടനുബന്ധിച്ച് നടത്തിയിരുന്നു. ഒട്ടകങ്ങളുടെ അലങ്കാര വസ്തുക്കളുടെ പ്രദർശനത്തിനും വിൽപ്പനയ്ക്കുമായി നിരവധി കടകളും ഒരുക്കിയിരുന്നു. ഉമ്മുറക്കീബയിൽ കിലോമീറ്ററുകളിലായാണ് മേള ഒരുക്കിയത്. സാധാരണഗതിയിൽ വിജനമായി കിടക്കുന്ന ഇവിടെ മേള നടക്കുന്ന 3 മാസം സജീവമാകും. മേളയ്ക്ക് ശേഷം വീണ്ടും പഴയ സ്ഥിതിയിലാകും. റബി മുഹമ്മദ്, മീഡിയ 1, റിയാദ്. IMA സലാലയിൽ ചിൽഡ്രൻസ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. സർഗവസന്തം കൊണ്ട് ആസ്വാദകർക്ക് വിരുന്നൊരുക്കിയ ഫെസ്റ്റ് ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി. IMI സലാല മ്യൂസിയം ഹാളിൽ സംഘടിപ്പിച്ച ചിൽഡ്രൻസ് ഫെസ്റ്റ് ആസ്വാദക മനസ്സുകളിൽ സർഗവസന്തം വിരിയിച്ചു. ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് ചെയർമാനും എംബസി കോൺസുലർ ഏജന്റുമായ മൻപ്രീത് സിംഗ് ആണ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തത്. IMI പ്രസിഡന്റ് K. ഷൗക്കത്തലി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. മലർവാടി ബാലസംഘവും യാസും ചേർന്നൊരുക്കിയ കലാവിരുന്നിൽ വൈവിധ്യമാർന്ന കലാപരിപാടികൾ അരങ്ങേറി. തമിഴ്, ചൈനീസ്, പേർഷ്യൻ, ഹിന്ദി, കിഡ്സ് ഡാൻസുകൾ, ഒപ്പന, ദഫ് എന്നിവ ആസ്വാദക മനസ്സുകളിൽ അനുഭൂതി നിറക്കുന്നവയായിരുന്നു. മീഡിയ 1 14ാം രാവ് വിജയി മുഹമ്മദ് ബാദുഷ അവതരിപ്പിച്ച ഇമ്പമാർന്ന ഇശലുകൾ ആസ്വാദക മനസ്സുകളിൽ തേൻമഴയായി പെയ്തിറങ്ങി. മണ്ണുമാന്തി യന്ത്രം, നേർക്കാഴ്ചകൾ എന്നീ ലഘുനാടകങ്ങൾ വഴിവിട്ട വികസനത്തിന്റെ ഇരകളുടെ നൊമ്പരമായി മാറി. മുഹമ്മദ് ബാദുഷക്കുള്ള IMI സലാലയുടെ ഉപഹാരം അബു തെഹ്നൂൻ മാനേജിംഗ് ഡയറക്ടർ O. അബ്ദുൽ ഗഫൂർ നൽകി. KP അർഷദ് സ്വാഗതവും UA ലത്തീഫ് നന്ദിയും പറഞ്ഞു. വിവിധ സംഘടനാ പ്രതിനിധികളടക്കം 100 കണക്കിന് ആളുകൾ സംബന്ധിച്ചു. മീഡിയ 1 സലാല. നബിദിനത്തിന്റെ ഭാഗമായി മസ്കറ്റിലും വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് SKSSF ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. റബിയു 2014 എന്ന പേരിലാണ് പരിപാടികൾ. മുത്തുനബി സ്നേഹത്തിന്റെ തിരുവസന്തം എന്ന സന്ദേശവുമായി SKSSF കേരളത്തിൽ നടത്തുന്ന പരിപാടികളുടെ തുടർച്ചയായാണ് മസ്കത്തിൽ റബിയു 2014 സംഘടിപ്പിക്കുന്നത്. ഈ മാസം 15-ന് റൂവി അൽഫലാജ് ഹോട്ടലിൽ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. കാഞ്ഞാർ അഹമ്മദ് കബീർ ബാക്കവി മുഖ്യ പ്രഭാഷണം നടത്തും. ഒമാൻ മതകാര്യ വകുപ്പിലെ ഷെയ്ഖ് അഹമ്മദ് ഇസ്മായിൽ അൽ സജ്ജാലി മുഖ്യാതിഥിയായിരിക്കും. സംഘടനയുടെ മസ്കത്ത് പ്രസിഡന്റ് ഇബ്രാഹിം ദാരിമി അധ്യക്ഷത വഹിക്കും. SVS 60ാം വാർഷികത്തിന്റെ ഒമാൻ തല പ്രചരണ പ്രഖ്യാപനവും തങ്ങൾ അവറുകൾ നിർവഹിക്കും. KMCC പ്രസിഡന്റ് CKV യൂസഫ്, OICC പ്രസിഡന്റ് സിദ്ദീഖ് ഹസൻ, സുന്നി സെന്റർ പ്രസിഡന്റ് TM ഇസ്മായിൽ കുഞ്ഞ് തുടങ്ങിയവർ സംസാരിക്കും. വിദ്യാർത്ഥികളുടെ ദഫ്മുട്ട്, കോൽക്കളി പ്രദർശനങ്ങളുണ്ടാകും. അബ്ദുൽ ജലീൽ ഹുദവി, KK റഫീഖ്, ഷുഐബ് പാപ്പിനിശ്ശേരി, നൌഷാദ് മാഹി, റഫീഖ് ശ്രീകണ്ഠപുരം, ഷെരീഫ് തൃക്കരിപ്പൂർ, KS ഷാജഹാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 മസ്കത്ത്. സൗദി അറേബ്യയിൽ സ്വകാര്യ മേഖലയിൽ നിന്ന് വിരമിക്കുന്ന സ്വദേശികൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന സാനിദ് ഇൻഷുറൻസ് പദ്ധതിയുടെ വ്യവസ്ഥകളായി ജനറൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ ഇൻഷുറൻസിന്റെ ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ സുലൈമാൻ ബിൻ അബ്ദുറഹ്മാനാണ് തീരുമാനങ്ങൾ വിശദീകരിച്ചത്. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന 15 ലക്ഷത്തോളം വരുന്ന സ്വദേശികൾക്ക് സഹായകരമാവുന്ന പദ്ധതിക്ക് കഴിഞ്ഞ ആഴ്ചയാണ് സൗദി മന്ത്രിസഭ അംഗീകാരം നൽകിയത്. സൗദിയിലെ സ്വകാര്യ മേഖലയിൽ ജോലിയെടുക്കുന്ന സ്ത്രീ പുരുഷന്മാരുടെ തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതിക്ക് 2011 സാമ്പത്തിക സഭയും 2013 ഷൂറ കൗൺസിലും അനുമതി നൽകിയിരുന്നു. തൊഴിൽ സുരക്ഷയോടൊപ്പം സാമൂഹ്യ സുരക്ഷ, പെൻഷൻ എന്നിവയും പദ്ധതി ഉറപ്പുവരുത്തും. 60 വയസ്സിന് മുമ്പ് തൊഴിൽ നഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ പദ്ധതിയുടെ ഗുണം ലഭിക്കുകയുള്ളൂ. ഗോസിയിൽ രജിസ്റ്റർ ചെയ്ത് 1 വർഷമെങ്കിലും പൂർത്തിയായെങ്കിൽ മാത്രമേ പദ്ധതിക്ക് പരിഗണിക്കുകയുള്ളൂ എന്നും സുലൈമാൻ അൽ ഖുവൈസ് പറഞ്ഞു. മറ്റ് വരുമാന മാർഗങ്ങളോ തൊഴിലോ ഉണ്ടാകാൻ പാടില്ല. സ്വകാര്യ മേഖലയിൽ സ്വദേശികളെ ജോലിക്ക് പ്രേരിപ്പിക്കുന്നതിനുള്ള നിരവധി പദ്ധതികളിലൊന്നാണ് സാനിദ്. മാസാന്ത ശമ്പളത്തിന്റെ 2% ഇൻഷുറൻസ് പ്രീമിയമായി ഗോസിയിൽ അടക്കണം. 1% തൊഴിലാളിയും ബാക്കി തൊഴിലുടമയും അടക്കണം. തൊഴിൽ നഷ്ടപ്പെടുന്നവർക്ക് ആദ്യ 3 മാസം ശമ്പളത്തിന്റെ 60%, തുടർന്ന് 50% ഇൻഷുറൻസിൽ നിന്ന് ലഭിക്കും. ഇൻഷുറൻസ് തുകയിൽ ഏറ്റവും കൂടിയത് ആദ്യത്തെ 3 മാസം 9000 റിയാലും പിന്നീട് 7500 റിയാലും കൂടാൻ പാടില്ല. സാനിദ് ഇൻഷുറൻസ് പദ്ധതി 6 മാസത്തിനകം നടപ്പിലാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റബി മുഹമ്മദ്, മീഡിയ 1, റിയാദ്. ബഹ്റിനിൽ നിലവാരം കുറഞ്ഞ അറവുമാടുകളുടെ ഇറക്കുമതി തടയാനും നിയമം ലംഘിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കാനും വൈകിപ്പിച്ച
3 മന്ത്രാലയങ്ങൾക്കെതിരെ പാർലമെന്റ് അന്വേഷണ സമിതിയുടെ ശക്തമായ വിമർശനം. വാണിജ്യ മന്ത്രാലയം, ആരോഗ്യ മന്ത്രാലയം, മുനിസിപ്പൽ നഗരാസൂത്രണ മന്ത്രാലയം എന്നിവയാണ് നിയമലംഘകരെ വിചാരണ ചെയ്തതിൽ അലംഭാവം കാട്ടിയത്. നിയമലംഘനം ആവർത്തിച്ച കമ്പനിയെ അതിൽ നിന്ന് തടയുന്നതിൽ വാണിജ്യ മന്ത്രാലയം പരാജയപ്പെട്ടുവെന്നും സമിതി വിലയിരുത്തി. കേടുവന്നതും പഴകിയതുമായ മാംസമാണ് ചില കമ്പനികൾ ഇറക്കുമതി ചെയ്തിരുന്നത്. മുസ്ലിം ബ്രദർഹുഡുമായി ബന്ധം ആരോപിച്ച് ഖത്തരി ഡോക്ടർ ദുബായ് ജയിലിൽ അകപ്പെട്ട സംഭവം അപമാനകരമാണെന്ന് മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണൽ. കഴിഞ്ഞ നവംബറിലാണ് ഡോക്ടർ മഹമ്മൂദ് അബ്ദുൾ റഹ്മാൻ അൽ ജയ്ദയെ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പിതാവിൻ്റെ കോടതി നടപടിക്കായി ദുബായിലെത്തിയ മകനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കുവൈത്തിലെ പ്രമുഖ ഇസ്ലാമിക് ബാങ്കായ കുവൈത്ത് ഫിനാൻസ് ഹൗസ് വിവരങ്ങൾ പുതുക്കാത്ത ഉപഭോക്താക്കളുടെ സേവനങ്ങൾ ഈ മാസം 19 മുതൽ താൽക്കാലികമായി മരവിപ്പിക്കും. സേവനങ്ങൾ തടസ്സപ്പെടാതിരിക്കാൻ എല്ലാ ഉപഭോക്താക്കളും തങ്ങളുടെ വ്യക്തിവിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്നും രാജ്യത്തെ മുഴുവൻ KFH ശാഖകളിലും ഇതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും ഇവിടെ ആഘോഷങ്ങൾ ഈ മാസം 29-ന് ആരംഭിക്കുമെന്ന് മീഡിയ കമ്മിറ്റി ചെയർമാൻ വലീദ് അൽ സഖാവി അറിയിച്ചു. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ പരിപാടികളിൽ യുവാക്കളുടെ പങ്കാളിത്തം സജീവമാക്കുന്നതിനായി കമ്മിറ്റികളിൽ യുവജനങ്ങളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു. 42 വർഷം ദുബായിലെ ഒരേ കമ്പനിയിൽ തുടർച്ചയായി ജോലി ചെയ്ത ശേഷം നാട്ടിലേക്ക് മടങ്ങാനൊരുങ്ങുകയാണ് കണ്ണൂർ സ്വദേശി ഹാഷിം. ഒരുപാട് നല്ല ഓർമ്മകളോടെയാണ് ഇദ്ദേഹം നാട്ടിലേക്ക് മടങ്ങുന്നത്. 42 വർഷങ്ങൾക്ക് മുമ്പ് ബോംബെയിൽ നിന്ന് കയറിയ കപ്പൽ വഴിയായിരുന്നു ഹാഷിം വാഴയിൽ ദുബായിലെത്തിയത്. കണ്ണൂരിലെ ആയിക്കരയിൽ നിന്ന് 1973 വീട് വിട്ടിറങ്ങുമ്പോൾ ഇത്രയും ദീർഘമായ പ്രവാസ ജീവിതം ഇദ്ദേഹം സ്വപ്നം കണ്ടിരുന്നില്ല. വിസയും പാസ്പോർട്ടും കയ്യിലുള്ള അപൂർവം പ്രവാസികളിൽ ഒരാളായിരുന്നു ഹാഷിം. UAE-യിലെ പ്രമുഖ കമ്പനിയായ അഹമ്മദ് സിദ്ദീഖ് ആൻഡ് സൺസ് കമ്പനിയിൽ സെയിൽസ്മാനായിട്ടായിരുന്നു ഇദ്ദേഹം ജോലി ആരംഭിച്ചത്. ഇപ്പോൾ കമ്പനിയുടെ ഷോറൂം മാനേജറായി ജോലി ചെയ്യുമ്പോഴാണ് നാടിനെക്കുറിച്ച ചിന്ത മനസ്സിലേക്ക് വരുന്നത്. ഒരുപാട് നല്ല ഓർമ്മകൾ മാത്രമാണ് ദുബൈയെക്കുറിച്ച് ഹാഷിമിന് പറയാനുള്ളത്. ഷിപ്പിൽ ബോംബെയിൽ നിന്ന് ഷിപ്പിലാണ് വന്നത്. നല്ല ശരിയായ വിസയിൽ തന്നെ നല്ല വന്നപ്പോഴേ ഈ കമ്പനിയിലായിരുന്നു. ഇപ്പോൾ ഇതുവരേക്കും ഈ കമ്പനിയിൽ തന്നെ തുടർന്ന് പോകുന്നുണ്ട്. വളരെ സന്തോഷത്തിലാണ്. ദുബായ് തന്നിട്ടേ ഉള്ളൂ, ഒന്നും എടുത്തിട്ടില്ല. ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ് ട്രേഡ് സെൻറ്റർ അതും എൻ്റെ മുമ്പിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. ദീർഘകാലം ഒരേ കമ്പനിയിൽ ജോലി ചെയ്യാനുണ്ടായ പ്രേരണ കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായ പൂർണ്ണ പിന്തുണയാണെന്നും ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കയറാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വിവാഹശേഷം ഭാര്യ സായിദയും ദുബൈയിലെത്തി. പിന്നീട് കുടുംബത്തോടൊപ്പമായിരുന്നു ഇതുവരെയുള്ള ജീവിതം. ദുബൈയിൽ ജോലി ചെയ്യുന്ന മക്കളുമൊത്തുള്ള പ്രവാസ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ നാട്ടിൽ കൃഷിയും മറ്റും ചെയ്യുവാനുള്ള ആഗ്രഹമാണ് മുന്നിലുള്ളത്. 42 വർഷം ജോലി ചെയ്ത കമ്പനിയും 22 വർഷമായി താമസിക്കുന്ന ഫ്ളാറ്റും വിട്ട് നാട്ടിലേക്ക് മടങ്ങാനൊരുങ്ങുമ്പോൾ ഹാഷിമിന് സ്വപ്നങ്ങൾ ഇനിയും ധാരാളമാണ്. ഹാരിസ് അരിക്കുളം, മീഡിയ 1, ദുബായ്. രാജ്യത്തേക്ക് കടത്താൻ ശ്രമിച്ച മദ്യശേഖരം കുവൈത്ത് കസ്റ്റംസ് പിടികൂടി. ഇരുമ്പ് പൈപ്പുകൾക്കുള്ളിൽ ഒളിപ്പിച്ച നിലയിലാണ് 3200 കുപ്പി മദ്യം ഷുവൈക്ക് പോർട്ടിൽ പിടികൂടിയത്. UAE-യിൽ നിന്നാണ് മദ്യം എത്തിയതെന്നും ഇതിന് വിപണിയിൽ 25,000 ദിനാർ വില മതിക്കുമെന്നും പോർട്ട് അതോറിറ്റി അറിയിച്ചു. കേസ് ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറി. സയൻസ് ഇന്ത്യ ഫോറം UAE-യുടെ വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന സയൻസ് ഇന്ത്യ ഗാലശാസ്ത്ര പ്രതിഭകളെയും ക്രാന്തദർശികളെയും അനുമോദിച്ചുകൊണ്ട് ഈ വർഷത്തെ ആഘോഷം ദുബായിലും അബുദാബിയിലുമായി 2 ദിവസം നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു. വിജ്ഞാൻ ഭാരതി ഇന്ത്യയുമായി ചേർന്ന് നടക്കുന്ന പരിപാടികളുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഈ മാസം 17-ന് ദുബായ് മെൻസ് കോളേജ് ഓഫ് ഹയർ ടെക്നോളജിയിൽ വൈകിട്ട് 4 മണിക്ക് നടക്കും. എനർജി ഇന്ത്യൻ ഗവൺമെന്റ് സെക്രട്ടറി പത്മവിഭൂഷൺ ഡോക്ടർ അനിൽ കക്കോത്കർ, ദുബായ് യൂണിവേഴ്സിറ്റി പ്രസിഡന്റായ ഡോക്ടർ ഈസ ബസ്തക്കി, വിജ്ഞാൻ ഭാരതി സെക്രട്ടറി ജനറൽ A. ജയകുമാർ എന്നിവർ പങ്കെടുക്കും. സയൻസ് ഇന്ത്യൻ ഫോറം UAE പ്രസിഡന്റ് നന്ദകുമാർ, ദുബായ് പ്രസിഡന്റ് ആനന്ദമോഹൻ, ജനറൽ സെക്രട്ടറി ശശി മേനോൻ, UAE എക്സ്ചേഞ്ച് പ്രതിനിധി വർഗീസ് P. മാത്യു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മലയാളി യുവാവ് മക്കയിൽ മരിച്ചു. കോഴിക്കോട് കാരപ്പറമ്പ് സ്വദേശി സൽമാൻ ഫാരിസാണ് അപകടത്തിൽപ്പെട്ട് മരിച്ചത്. 23 വയസ്സായിരുന്നു. 2 ദിവസമായി ഇയാളെ കാണാൻ ഇല്ലായിരുന്നു. ഇന്ന് ഉച്ചയോടെയാണ് ജോലിസ്ഥലത്തെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ഒരാഴ്ച മുൻപാണ് ഹർമിന് സമീപത്തുള്ള ജബൽ ഉമർ പ്രൊജക്റ്റിൽ നസ്മ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ സേഫ്റ്റി ഓഫീസറായി ഇയാൾ ജോലിയിൽ പ്രവേശിച്ചത്. അവിവാഹിതനാണ്. കുവൈത്തിലെ അങ്കാറയിൽ ശ്രീലങ്കൻ തൊഴിലാളികൾ തമ്മിലുണ്ടായ സംഘടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. സംഘടനത്തിനിടെ ശ്രീലങ്കക്കാരനെ സുഹൃത്ത് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു. സ്ഥലത്തെത്തിയ പോലീസ് ഒരാളെ പിടികൂടി.
തണുപ്പകറ്റാൻ മുറിയിൽ കരി കത്തിച്ച് ഉണങ്ങിയ 2 ഗാർഹിക ജോലിക്കാർ ശ്വാസം മുട്ടി മരിച്ചു. എത്യോപ്യ, ഫിലിപ്പൈൻസ് സ്വദേശികളാണ് മരിച്ചത്. കരിയിൽ നിന്നുയർന്ന വിഷപ്പുക ശ്വസിച്ചാണ് മരണമെന്നാണ് നിഗമനം. അലൈൻ സെന്റ് മേരീസ് കാത്തലിക് ചർച്ച് നടത്തിയ ഭക്ഷ്യമേളയും പുതുവർഷാഘോഷവും ശ്രദ്ധേയമായി. ഭാഷാ ദേശഭേദമില്ലാതെ നിരവധി പേർ പങ്കെടുത്ത പരിപാടി ആയിരക്കണക്കിന് വിശ്വാസികൾക്ക് ആഹ്ലാദം പകർന്നു. ഹരിതനഗരിയെ ഉത്സവലഹരിയിലാക്കി അൽ ഐൻ സെന്റ് മേരീസ് കത്തോലിക്ക ഇടവകയുടെ 2014 ഭക്ഷ്യമേളയും നവവത്സര ആഘോഷങ്ങളും പള്ളിയങ്കണത്തിൽ വൻ ജനസാന്നിധ്യത്തോടെ അരങ്ങേറി. 5000-ൽ കവിയുന്ന ഇടവകാംഗങ്ങളും ആയിരക്കണക്കിന് സന്ദർശകരും നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള സെന്റ് മേരീസ് ചർച്ചിൽ രാവിലെ 8 മുതൽ രാത്രി 10 മണി വരെ നീണ്ടുനിന്ന മേളയിൽ പങ്കെടുത്തു. ഭാഷാദേശ വ്യത്യസ്തതകൾക്കപ്പുറം ഇടവകാംഗങ്ങൾ അവതരിപ്പിച്ച 45ഓളം കലാസാംസ്കാരിക പരിപാടികൾ സദസ്സിന് ഉല്ലാസം പകർന്നു. പാകിസ്ഥാൻ, അറബിക്, ആഫ്രിക്കൻ, യൂറോപ്യൻ വിഭാഗങ്ങളുടെ സജീവ സാന്നിധ്യം സെന്റ് മേരീസ് ഭക്ഷ്യമേളയെ വ്യത്യസ്തമാക്കി. പള്ളിയങ്കണത്തിൽ മേളയ്ക്കായി പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ രാവിലെ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഇടവക വികാരി ഫാദർ ആന്റണി പുത്തൻപുരയ്ക്കൽ, സഹവൈദികനായ ഫാദർ അഗസ്റ്റിൻ, ഫാദർ മെൻഡോസ, സിസ്റ്റർ സുപ്പീരിയർ ആൻഡ്രിയ, പാരിഷ് കൗൺസിൽ അംഗം ജോസഫ് മനോഹർ, വിജയ് രാജ്, ആന്റണി പുറത്തൂർ, പ്രോഗ്രാം കോർഡിനേറ്റർ ശശി സ്റ്റീഫൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം കൊടുത്തു. മീഡിയ 1 അൽ ഐൻ. കുവൈത്തിലെ പ്രമുഖ വെബ് പോർട്ടലായ ഇന്ത്യൻസ് ഇൻ കുവൈത്ത് സംഘടിപ്പിച്ച റിയൽ എസ്റ്റേറ്റ് പ്രദർശനം ശ്രദ്ധേയമായി. മികച്ച നിക്ഷേപ മേഖല എന്നതിലേക്ക് പ്രവാസികളുടെ ഭവന സങ്കല്പങ്ങൾ വളർന്നുവെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു മേളയിലെ ജനപങ്കാളിത്തം. ഇക്കഴിഞ്ഞ വെള്ളി ശനി ദിവസങ്ങളിൽ ഫറോവാനിയ ക്രൗൺ പ്ലാസ ഹോട്ടലിലായിരുന്നു സൗത്ത് ഇന്ത്യൻ റിയൽ എസ്റ്റേറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എക്സിബിഷൻ അരങ്ങേറിയത്. കുവൈറ്റിലെ പ്രമുഖ വെബ് പോർട്ടലായ ഇന്ത്യൻസ് ഇൻ കുവൈത്തും ലെമണൈഡ് ഇന്റർനാഷണലുമായിരുന്നു മേളയുടെ സംഘാടകർ. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള നിരവധി റിയൽ എസ്റ്റേറ്റ് സ്ഥാപനങ്ങൾ പങ്കെടുത്ത പ്രദർശനത്തിൽ ലക്ഷറി വില്ലകൾ, എക്കണോമി അപ്പാർട്ട്മെന്റുകൾ എന്നിവയ്ക്കൊപ്പം നിർമ്മാണ മേഖലയിലെ നിരവധി നിക്ഷേപ അവസരങ്ങളും അവതരിപ്പിക്കപ്പെട്ടു. ഞങ്ങൾക്ക് തെറ്റില്ലാത്ത ബുക്കിംഗ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും ബെറ്റർ ആയിട്ടുള്ളൊരു ബുക്കിംഗാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയത്. അതുകൊണ്ട് ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് ക്വൈറ്റ്. ആലുവ, കൊച്ചി, തൃശൂർ, ഹൈദരാബാദ്, ഗോവ, ചെന്നൈ, ബാംഗ്ലൂർ തുടങ്ങിയ നഗരങ്ങളിൽ നിന്നെത്തിയ ബിൽഡർമാർ തങ്ങളുടെ വിവിധ പ്രൊജക്ടുകൾക്ക് ആകർഷകമായ ആനുകൂല്യങ്ങളുമായാണ് മേളയിൽ പങ്കെടുത്തത്. കുവൈറ്റിലെ പ്രവാസികളിൽ നിന്ന് നല്ല പ്രതികരണമാണ് പ്രോപ്പർട്ടി പ്രദർശനത്തിന് ലഭിച്ചതെന്ന് സംഘാടകർ അഭിപ്രായപ്പെട്ടു. ഒരു ദിവസം തന്നെ നല്ലൊരു മോർ ദാൻ 1000 ഫുട്ഫോൾസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നല്ല റെസ്പോൺസ് ആയിരുന്നു. നല്ല മഴയും ക്ലൈമറ്റും ഉണ്ടായിട്ട് പോലും നല്ലൊരു റെസ്പോൺസ് ഇവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. മോർ ദാൻ 1000 ഫുട്ഫോൾസ് ഇവിടെ ഉണ്ടായിരുന്നു. നല്ല ആദ്യ ദിവസം തന്നെ. ഇന്നും ഇപ്പം രാവിലെ തന്നെ നിങ്ങൾക്ക് കാണാം, നല്ല ക്രൗഡ് ഇവിടെ ഉണ്ട് രാവിലെ തന്നെ. വെള്ളിയാഴ്ച കാലത്ത് ഇന്ത്യൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ സുഭാഷിത് ഗോൽദാർ ഉദ്ഘാടനം നിർവഹിച്ച പ്രദർശനത്തിലേക്ക് പ്രവേശനം സൗജന്യമായിരുന്നു. റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ നിക്ഷേപ സാധ്യതകൾ പ്രവാസികൾ തിരിച്ചറിയാൻ തുടങ്ങിയെന്നതാണ് ഇത്തരം പ്രദർശനമേളകൾക്ക് ലഭിക്കുന്ന സ്വീകാര്യത തെളിയിക്കുന്നത്. മുനീർ അഹമ്മദ്, മീഡിയ 1 കുവൈറ്റ് സിറ്റി. CPM ന്യൂനപക്ഷ സെമിനാർ നടത്തിയതിന് തൊട്ടുപിറകെ വേദങ്ങളും ഉപനിഷത്തുകളും പഠിപ്പിക്കാൻ CPIയും സെമിനാർ നടത്തുന്നു. ഭാരതീയം എന്ന പേരിൽ ജനുവരി 26 മുതലാണ് കണ്ണൂരിൽ സെമിനാർ നടത്തുന്നത്. ഭാരതീയ സംസ്കാരം പൂർണ്ണമായി അറിയണമെങ്കിൽ വേദ ഉപനിഷത്തുകളെക്കുറിച്ചുള്ള അറിവ് അനിവാര്യമാണെന്നാണ് CPIയുടെ വാദം. മുസ്ലിം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയാണ് CPM സെമിനാർ നടത്തിയതെങ്കിൽ CPI പക്ഷേ അങ്ങനെയല്ല. വേദങ്ങളും ഉപനിഷത്തുകളും ആളുകളെ പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് CPI ഭാരതീയം എന്ന പേരിൽ സെമിനാർ നടത്തുന്നത്. ഈ സെമിനാറിന്റെ വേദിയും കണ്ണൂരിൽ തന്നെയാണ്. NE ബലറാം ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 26 മുതൽ 28 വരെയാണ് സെമിനാർ. ഈ ദിവസങ്ങളിൽ വേദം, ഉപനിഷത്ത് തുടങ്ങിയവയെക്കുറിച്ച് വിദഗ്ധർ നയിക്കുന്ന ക്ലാസുകളുമുണ്ട്. ഭാരതീയ സംസ്കാരം പൂർണ്ണമായും അറിയാൻ വേദപഠനം ആവശ്യമാണെന്നാണ് CPIയുടെ പുതിയ വാദം. നമ്മൾ കണ്ടത് വേദങ്ങളും ഉപനിഷത്തുകളും അതുപോലെ തന്നെ ഭാരതീയ ദർശനങ്ങൾ ഹിന്ദുവിന് അവകാശപ്പെട്ടതാണോ? ഇന്ത്യക്ക് അവകാശപ്പെട്ടതാണ്. ഇന്ത്യയിലുള്ള നാനാജാതി മതങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. മതേതരമായി ചിന്തിക്കുന്ന സമൂഹത്തിന് അവകാശപ്പെട്ടതാണ്. ഹൈന്ദവ സംഘടനാ നേതാക്കളെ ആരെയും സെമിനാറിലേക്ക് ക്ഷണിച്ചിട്ടില്ല. മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ജയകുമാറാണ് ഉദ്ഘാടകൻ. 28 വൈകുന്നേരം സ്വാമി വിവേകാനന്ദന്റെ 150ാം ജന്മവാർഷിക ആഘോഷങ്ങളോടെ സെമിനാറിന് സമാപനമാകും. മതം, ആത്മീയത തുടങ്ങിയ വിഷയങ്ങളിൽ CPMനേക്കാൾ കാർക്കശ്യം പുലർത്തി വന്ന CPIയുടെ പുതിയ മനമാറ്റം ഏതായാലും കൗതുകകരമാണ്. സുനിൽ ഐസക്, മീഡിയ 1 കണ്ണൂർ. ഈ വിഷയം ചർച്ച ചെയ്യാൻ CPI അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീ CN ചന്ദ്രൻ, ഒപ്പം BJP നേതാവ് VV രാജേഷ്, ഇടത് ചിന്തകൻ
KN കുഞ്ഞഹമ്മദ് എന്നിവർ നമ്മോടൊപ്പം ചേരുന്നു. ആദ്യം ശ്രീ CN ചന്ദ്രൻ, എന്താണ് ഈ ഭാരതീയം എന്ന സെമിനാറിന്റെ ഇപ്പോഴുള്ള പ്രസക്തി? ഞങ്ങൾ ഈ ഭാരതീയം എന്ന് പറയുന്ന സെമിനാർ സംഘടിപ്പിക്കുന്നത് നേരത്തെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിൽ തുടർച്ചയാണ്. ഭാരതീയ ദർശനങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി വിവിധ തരങ്ങളിലുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ദാമോദരന്റെയും ബാലറാമിന്റെയും അതുപോലെ തന്നെ വെളിയം ഭാർഗവൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ നേതാക്കളും ദേശീയ തലത്തിൽ തന്നെ ഇതിനെക്കുറിച്ച് അവഗാഹമായി പഠിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്ത ഒട്ടേറെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ നമുക്ക് നേരത്തെ കാണാൻ കഴിയും. ഞങ്ങളിപ്പോൾ ശ്രമിക്കുന്നത് സ്വതന്ത്രമായൊരു കാഴ്ചപ്പാടോടെ തികഞ്ഞ മതേതര സ്വഭാവത്തോടു കൂടിയുള്ള ഒരു തിരിച്ചറിവ് വളർത്തിയെടുക്കുക എന്നുള്ളൊരു സമീപനമാണ് ഈ ഭാരതീയ ദർശനങ്ങളെ പുതിയ കാഴ്ചപ്പാടോടു കൂടി സമീപിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. അതിന്റെ ഭാഗമായാണ് ജനുവരി മാസം 26 മുതൽ 28 വരെ ഭാരതീയം എന്ന് പറഞ്ഞ് കണ്ണൂരിലൊരു സെമിനാർ സംഘടിപ്പിക്കാനിടയാകുന്നത്. ഇപ്പോൾ ലോകത്തെമ്പാടും വളർന്നുകൊണ്ടിരിക്കുന്ന ആധുനിക ശാസ്ത്ര പദ്ധതികൾ ഭാരതീയ ചിന്തകളെ ഒരിക്കലും ഒഴിവാക്കി നിർത്തിയിട്ടില്ല. ആരോഗ്യം, വാനനിരീക്ഷണം, പ്രകൃതി, ഭൂമിശാസ്ത്രങ്ങൾ എന്നിങ്ങനെ ഇതിലെല്ലാം ഭാരതത്തിന്റെ സംഭാവന വളരെ വലുതാണ് എന്ന് നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയും. ഇവിടെ ഒരു തെറ്റിദ്ധാരണ അറിഞ്ഞോ അറിയാതെയോ ഉണ്ടാക്കുന്നതിന് വേണ്ടി ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ ഭാരതീയ സംസ്കാരത്തിന് പ്രത്യേകിച്ച് ഈ ദർശനങ്ങളെല്ലാം ഹൈന്ദവമാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അതിന് തമസ്കരിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമം കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുണ്ട്. അതല്ല എന്ന് പഠിക്കാനും പ്രാചീന കാലത്തെ മനുഷ്യവർഗത്തെയും സംസ്കാരത്തെയും കൂടി കുറെ കൂടി ആഴത്തിൽ പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു എളിയ ശ്രമമേ ഞങ്ങൾ നടത്തുന്നുള്ളൂ. ശ്രീ CN ചന്ദ്രൻ, തിരിച്ചെത്താം. ശ്രീ KN, പലപ്പോഴും ഈ രീതിയിൽ അത് വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടാറുമുണ്ട്. പക്ഷേ പ്രതിലോമപരമായ ചില ചിന്തകളുടെ ഭാഗമായിട്ടാണോ ഈ ഭാരതീയ ചിന്തകളെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നത്? അത് എത്രമാത്രം പുരോഗമനപരമാണ് എന്ന് വിലയിരുത്താൻ കഴിയും? ഇത് ഭാരതീയ ചിന്ത അല്ലെങ്കിൽ ഹൈന്ദവ ചിന്ത എന്ന് പറയുന്നത് ഒരു വിഭാഗം അത് വേറൊരു രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ പുരോഗമനപരമായ എലിമെന്റ്സ് കണ്ടെത്താനുള്ള ശ്രമമാണ് എന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിക്കാൻ കഴിയുമോ? ഭാരതീയ ചിന്ത സത്യത്തിൽ സങ്കീർണമാണ്. വളരെ മുമ്പ് തന്നെ അതുമായി ബന്ധപ്പെട്ട സംവാദങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഉദാഹരണമായിട്ട് അംബേദ്കർ ഉൾപ്പെടെയുള്ളവർ വേദം, ഇതിഹാസം, പുരാണം, ഭഗവത്ഗീത, മനുസ്മൃതി ഇതിനെയൊക്കെ ദ്വിജ സാഹിത്യം എന്നതിലാണ് ഉൾപ്പെടുത്തിയത്. ശൂദ്ര സാഹിത്യം എന്നത് മറ്റൊന്നാണെന്നും ഇന്ത്യയിലെ അടിച്ചമർത്തപ്പെട്ട ഒരു കീഴാള ധാര തത്വചിന്തയിലും വൈദ്യത്തിലൊക്കെ ഉണ്ട് എന്നും അവർ വളരെ മുമ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, അംബേദ്കറുടെ പ്രസിദ്ധമായ ഒരു പഴയ പ്രയോഗം, ഒരു ബ്രാഹ്മണ പണ്ഡിതന് വേദേതിഹാസങ്ങളോട് തോന്നുന്ന ആഭിമുഖ്യം ഒരു അബ്രാഹ്മണ പണ്ഡിതന് വേദേതിഹാസങ്ങളോട് ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ത്യൻ തത്വചിന്ത ഉൾപ്പെടെ മുഴുവൻ കാര്യങ്ങളും സംവാദാത്മകവും വിമർശനാത്മകവുമായ രീതിയിൽ വ്യത്യസ്ത നിലപാടുകളിൽ നിന്നുകൊണ്ട് മുമ്പ് തന്നെ വിശകലനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലാണെങ്കിൽ K. ദാമോദരൻ മുതൽ NE ബാലറാം മുതൽ EMS മുതൽ ഇടതുപക്ഷ മാർക്സിസ്റ്റ് നിലപാടിൽ നിന്നുകൊണ്ട് ഭാരതീയ തത്വചിന്തയെ വിശകലനം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പശ്ചാത്തലത്തിൽ രാഹുൽ സങ്കർത്യായൻ മുതൽ DD കൊസാംബി മുതൽ പലരും ശ്രമിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന SA ഡാംഗയുടെ നിലപാടുകളെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് DD കൊസാംബിയെ പോലുള്ള ചരിത്രകാരന്മാർ ഈ ഒരു പശ്ചാത്തലത്തിൽ സൈദ്ധാന്തികമായ ഇടപെടൽ നടത്തിയത്. അതുകൊണ്ട് ഭാരതീയ തത്വചിന്തയെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ തീർച്ചയായിട്ടും സ്വാഗതാർഹം തന്നെയാണ്. പക്ഷേ ഏത് നിലപാടിൽ നിന്നുകൊണ്ടാണ്, ഏത് ജനവിഭാഗത്തെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയാണ് ഇത് നടത്തുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പുരോഗമനപരമായ നിലപാടിൽ നിന്നുകൊണ്ട്, ജനപക്ഷ നിലപാടുകളിൽ നിന്നുകൊണ്ട് ഇത്തരം വിഷയങ്ങളെ കുറിച്ചുള്ള സൂക്ഷ്മവും സമഗ്രവുമായ അന്വേഷണങ്ങൾ ആവശ്യമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയിലെ എല്ലാവിധത്തിലും അടിച്ചമർത്തപ്പെട്ട കീഴാള ദളിത് പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് സത്യത്തിൽ ഇത്തരം അന്വേഷണങ്ങൾ വികസിപ്പിക്കപ്പെടേണ്ടത്. വിവേകാനന്ദൻ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാണ്. താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ VV രാജേഷ്, CPIയുടെ ഇപ്പോൾ നടത്തുന്ന ഈ ശ്രമങ്ങളെ എങ്ങനെയാണ് BJP നോക്കിക്കാണുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഇപ്പോൾ നടത്തുന്ന ഈ ശ്രമങ്ങളെ ഞങ്ങൾ അങ്ങേയറ്റം സ്വാഗതം ചെയ്യുകയാണ്. അത് ആരോഗ്യപരമായുള്ളൊരു ചർച്ചയ്ക്കും അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ആ
ആ മുന്നേറ്റത്തിനും ഇത് ഗുണപ്പെടും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇത് CPI നടത്തുന്ന CPI എന്നുള്ള രാഷ്ട്രീയ പാർട്ടി നേരിട്ട് നടത്തുന്ന ഒരു പരിപാടിയായിട്ടല്ല ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് സഖാവ് NE ബൽറാംസ് മെമ്മോറിയൽ ട്രസ്റ്റ് ശ്രീ പാർട്ടിയുടെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീ CN ചന്ദ്രൻ മുഖ്യ ചുമതലക്കാരനായിട്ടുള്ള ബൽറാം സ്മാരക ട്രസ്റ്റിൻ്റെ ഒരു സെമിനാറാണ് 3 ദിവസത്തെ. ആ സെമിനാറിലാണ് ഭാരതീയം എന്നുള്ള തലക്കെട്ടിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് മുമ്പ് സംസാരിച്ചവർ പറഞ്ഞതുപോലെ തന്നെ സഖാവ് K ദാമോദരൻ ഉൾപ്പെടെയുള്ള അതിനുശേഷമുള്ള NE ബൽറാമായാലും അതിനുശേഷമുള്ള പല നേതാക്കന്മാരായാലും ആഴത്തിൽ തന്നെ ഭാരതീയ തത്വചിന്തയെക്കുറിച്ച് പഠിക്കുവാനും വിശകലനം ചെയ്യുവാനും വിമർശനാത്മകമായിട്ട് ചർച്ച ചെയ്യുവാനുമുള്ള ചർച്ച ചെയ്യുമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ശ്രീ K ദാമോദരൻ്റെ ഇന്ത്യൻ തോട്ട്സ് അത്തരത്തിലുള്ള പുസ്തകങ്ങളൊക്കെ തന്നെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചത് അതിനുശേഷം ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ അതിനുശേഷം ഒരു ഇടവേളയിൽ ഈ തരത്തിൽ മുമ്പ് നടന്ന അത്തരത്തിലുള്ള ചർച്ചകൾക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഇനി എന്തെങ്കിലും ആശങ്കകൾ കൊണ്ടാണോ അതോ സമയക്കുറവ് കൊണ്ടാണോ എന്നറിയില്ല, വേണ്ടത്ര പ്രാധാന്യം കൊടുത്തു മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഒരുപക്ഷേ ഇന്ത്യയിൽ ആ പ്രസ്ഥാനങ്ങൾക്ക് കൂടുതൽ ചുവടുറയ്ക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കാതെ പോയതും ഇത്തരത്തിലുള്ള വിശകലനത്തിൻ്റെ അഭാവമായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റങ്ങൾ എവിടെയൊക്കെ ഇപ്പം നിലവിലുണ്ടോ അവിടെയൊക്കെ തന്നെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ആ രാജ്യത്തെ പ്രത്യയശാസ്ത്രവുമായിട്ട് ആ രാജ്യത്തെ സംസ്കാരവുമായിട്ട് അടുത്തു നിന്ന് പോകുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി വിജയിച്ചിട്ടുള്ള സ്ഥലങ്ങളിലാണ് ആ മുന്നേറ്റങ്ങൾ ഇപ്പോഴും ദൃശ്യമായിട്ട് നമുക്ക് ദൃശ്യമാകുന്നത്. ഇന്ത്യയിൽ ഒരു ആശങ്ക എന്ന് തന്നെ പറയാം, അതിലേക്ക് വരുവാൻ വേണ്ടിയിട്ട് ആ പ്രസ്ഥാനങ്ങൾ തയ്യാറായിട്ടില്ല. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ CN ചന്ദ്രൻ അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ ഏറെക്കുറെ കാര്യങ്ങളിലൊക്കെ തന്നെ യോജിക്കുമ്പോൾ തന്നെ അദ്ദേഹം ചർച്ച ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഭാരതീയ ദർശനങ്ങൾ ഹൈന്ദവീയമല്ല എന്നുള്ള ഒരു വാക്കുകൂടി അദ്ദേഹം പറഞ്ഞു വെച്ചു. ഇവിടെയാണ് ഞങ്ങൾക്ക് വിയോജിപ്പുള്ളത്. യെസ്, ശ്രീ വി രാജേഷ് വ്യക്തമാണ്, അത് എല്ലാ കാലത്തുമുള്ള വിയോജിപ്പുമാണ്. ശ്രീ CN ചന്ദ്രൻ, ഇവിടെ CPIയുടെ ഈ ശ്രമങ്ങളെ വളരെ തുറന്ന മനസ്സോടെ BJP സ്വാഗതം ചെയ്യുകയും KN പോലുള്ള ചിന്തകർ അതിനെ സംശയത്തോടെ അല്ലെങ്കിൽ ചില സന്ദേഹങ്ങൾ അതിൽ പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ, നേരത്തെ തന്നെ ഭഗവത്ഗീതയുടെ അടുക്കളയിൽ ദളിതന്റെ മാംസം വേവുന്നു തുടങ്ങിയ നിരീക്ഷണങ്ങളൊക്കെ വന്നിട്ടുള്ള സാഹചര്യത്തിൽ ഒരു ദളിത് വായന ഇക്കാര്യങ്ങളിലൊക്കെ വരാറുള്ളപ്പോൾ, അല്ലെങ്കിൽ സ്ത്രീപക്ഷ വായന മറ്റ് തലങ്ങളിലൊക്കെ തന്നെ പുരോഗമനപരമായ നിരവധി വായനകൾ വരുമ്പോൾ ഈ വേദേതിഹാസങ്ങളിൽ എന്തോ ചില തകരാറുകൾ ദർശിക്കാറും ഉണ്ട്. അത് കാണാതെ പോകുകയാണോ, മറിച്ച് ഇതെങ്ങനെയാണ് പുരോഗമനപരമായ ആശയമായി ഇത് കണ്ടെടുക്കുന്നത് എന്നിടത്താണ് പ്രശ്നം. അത് എത്രമാത്രം സാധ്യമാകുന്നു CPIക്ക് അല്ലെങ്കിൽ ഈ NE ബൽറാം ട്രസ്റ്റിന്? ഞങ്ങൾ ഈ KN പറഞ്ഞ നിലപാട് KN ഇക്കാര്യത്തിൽ അവ്യക്തത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. KN വളരെ വ്യക്തമായൊരു നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങളിതിനെ പ്രേരിപ്പിക്കുന്നത്, ഞങ്ങൾ ഇത്തരമൊരു നടപടിക്ക് സന്നദ്ധമാകാൻ കാരണം ഈ ഭാരതീയ ദർശനങ്ങളെ സ്വതന്ത്രമായൊരു കാഴ്ചപ്പാടോടെ, അതായത് തികഞ്ഞ മതേതര സ്വഭാവത്തോടു കൂടിയുള്ള ഒരു ചർച്ചക്ക് വിധേയമാക്കാൻ കഴിയണം. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ശ്രീ രാജേഷ് പറഞ്ഞതുപോലെ അല്ല, ഇത് ഈ പറയുന്ന ദർശനങ്ങളെല്ലാം ഹിന്ദുവിൻ്റെതല്ല. വിവേകാനന്ദന്റെ ദർശനങ്ങളാവട്ടെ, അതുപോലെ തന്നെ ഈ പറയുന്ന വേദങ്ങളും അതുപോലെ തന്നെ മറ്റ് പുരാണങ്ങളൊക്കെ ആവട്ടെ, അതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദൈവികമാണോ? ശബ്ദശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അത് ഹൈന്ദവമാണോ? സൈക്കോളജിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ജ്യോതിശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞത് പിന്നീട് ജ്യോതിഷമാക്കി മാറ്റിയിട്ടുണ്ട്. കാലങ്ങളെ അളക്കുന്ന ശാസ്ത്രം ഉണ്ടാക്കിയിട്ടുണ്ട്, ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ തുടർന്ന് ഈ രാജ്യത്ത് വളർന്നു വന്ന ഒരുപാട് സംസ്കാരങ്ങളുണ്ട്. കടന്നു വന്നവരെല്ലാം അത് പുഷ്ടിപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അഹിംസയിൽ നിന്ന് ഇടക്കാലത്തുണ്ടായ അഹിംസ അത് മോചിപ്പിക്കുന്നതിന് വേണ്ടി ബുദ്ധനും ജൈനനും ഇടപെട്ട രീതികളുണ്ട്. ഇതെല്ലാം പഠിക്കണ്ടേ നമുക്ക്? ഇതെല്ലാം പഠിച്ചുകൊണ്ടേ നമുക്ക് പോകാൻ കഴിയൂ. ഈ പറയുന്ന ദർശനങ്ങളെല്ലാം മതത്തിന്റെ ഭാഗമാണ് എന്നുള്ളൊരു നിലപാട് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. പ്രകൃതി അടുത്തറിയാൻ കഴിയണം. ശ്രീ CN ചന്ദ്രൻ, പലപ്പോഴും ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ BJP അധികാരത്തിൽ വരാൻ കോപ്പുകെട്ടി ഇരിക്കുന്ന ഒരു സാഹചര്യം. അവിടെ അവർ ഉയർത്തിപ്പിടിക്കുന്ന ഭാരതീയ ദർശനം എന്ന് പറയുന്ന അവരുടെ ചിന്തകൾ, ഈ ഒരു സമയത്ത് CPI ഇത്തരം ഒരു മുദ്രാവാക്യവുമായി വരുന്നത് ഒരു പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ കൂടി പ്രശ്നമായി വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിനെ എങ്ങനെയാണ് CPI പ്രതിരോധിക്കുന്നത്? നേരത്തെ
ഇതുമായി ബന്ധപ്പെട്ട് ആഴത്തിൽ പഠിച്ച ദേശീയ തലത്തിലെ നേതൃനിരയിൽ ഒട്ടേറെ ആളുകളുണ്ട്. ഞാൻ നേരത്തെ അത് സൂചിപ്പിച്ചു കഴിഞ്ഞു. കെ ദാമോദരൻ ഈ വേദങ്ങളും അതുപോലെ തന്നെ പുരാണങ്ങളും ഉപനിഷത്തുകളും ഭാരതീയ ദർശനങ്ങളെ കുറിച്ചും ആഴത്തിൽ പഠിച്ച കെ ദാമോദരനെ പോലെ ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ട്. EMSും അതുപോലെ തന്നെ NE ബാലറാമും വെളിയം ഭാർഗവൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ഒട്ടേറെ ആളുകൾ ഇത് പഠിച്ചിട്ടുണ്ട്. അന്നൊന്നും വരാത്തൊരു വ്യാഖ്യാനം എന്താണ് ഇന്ന് വരുന്നത് എനിക്കറിയില്ല. തെരഞ്ഞെടുപ്പുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. BJPക്ക് വല്ല ആശങ്കയുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതിൽ വല്ല ഇടപെടൽ നടത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് എന്ന് കരുതുകയാണെങ്കിൽ അത് തെറ്റുപറ്റിപ്പോയി. ഇതിനെക്കുറിച്ച് ഈ സംഭവങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ ഒരുക്കുന്നത്. അത് തന്നെ ശ്രീ സി എൻ ചന്ദ്രന്റെ വാദങ്ങൾ താങ്കൾ കേട്ട് കാണും. ഇതിൽ ഹൈന്ദവീയമായ ഭാഗങ്ങൾ മാറ്റി നിർത്തപ്പെടുന്നു, ദൈവികമായ ഭാഗങ്ങൾ മാറ്റി നിർത്തപ്പെടുന്നു. ഇതിൽ ശാസ്ത്രാന്വേഷണങ്ങളും താത്വിക അന്വേഷണങ്ങളും ദാർശനിക അന്വേഷണങ്ങളുമാണ് അവരുടെ വിഷയം എന്ന് വ്യക്തമാക്കുന്നു. അല്ല, ഇവിടെ ഏതൊരു പ്രത്യയശാസ്ത്രമായാലും ഏതൊരു സംഘടനയായാലും ഭാരതീയ സംസ്കാരത്തെക്കുറിച്ചും വേദങ്ങളെക്കുറിച്ചും ഉപനിഷത്തുകളെക്കുറിച്ചും പഠിക്കുവാൻ വേണ്ടിയിട്ട് അവരുടേതായ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യുവാനും വിമർശിക്കുവാനും അതിനെക്കുറിച്ച് അഭിപ്രായം പറയുവാനും പഠിക്കുവാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഞങ്ങൾ പറയുന്നത് ഭാരതീയ സംസ്കാരം ഹൈന്ദവീയമാണ്. ഹൈന്ദവീയം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടവരോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരോ എന്നുള്ള രീതിയിലുള്ള ഒരു അർത്ഥമല്ല ഞങ്ങൾ കൊടുക്കുന്നത്. മറിച്ച് അത് വളരെ വലിയൊരു സംസ്കാരമാണ്. ഇസ്ലാമിനെയും ക്രൈസ്തവനെയും ജൈനനെയും ബുദ്ധനെയും സ്വീകരിക്കുന്ന ഒരു സംസ്കാരമാണ് ഹൈന്ദവീയം എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ വിവക്ഷിക്കുന്നത്. മറിച്ച് ചിന്തിക്കുന്നവരുണ്ടാവാം. അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് അവരുടേതായ അവകാശമുണ്ട്. ഏതു തരത്തിലെടുത്തു കഴിഞ്ഞാലും CPI പോലുള്ള ഒരു ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനം ഇത്തരത്തിൽ ഒരു ചർച്ചയ്ക്ക്, ഇത്തരത്തിലൊരു പഠനത്തിന് അവരുടെ പ്രവർത്തകരുടെ ഇടയിലും സമൂഹത്തിനിടയിലും ഇത്തരത്തിലുള്ള ചിന്താഗതി ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് വന്നതിനെ അങ്ങേ അറ്റത്തോടുകൂടി തന്നെ, അങ്ങേ അറ്റത്തെ സ്നേഹത്തോടുകൂടി സൗഹാർദ്ദത്തോടുകൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ചർച്ചയിൽ ഉയർന്നു വന്ന മറ്റൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചുകൊള്ളട്ടെ. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തേണ്ട യാതൊരു കാര്യവുമില്ല. തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ടും വരും പോകും. ഇതൊരു പാർട്ടിയുടെ പ്രത്യയശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഇക്കാര്യങ്ങളെ ഞങ്ങൾ കാണുന്നില്ല. CNC നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതുപോലെ തന്നെ ഗണിതശാസ്ത്രം, അതുപോലെ തന്നെ തത്വചിന്തക, അതുപോലെ തന്നെ കോടതിയെക്കുറിച്ച് ഞങ്ങൾ പറയുന്നത് ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളും ഭാരതത്തിലുണ്ട്. ഭാരതത്തിലുള്ള എല്ലാ കാര്യങ്ങളും ലോകത്തിൽ ഒരിടത്തുമില്ല എന്നുള്ളത് ഞങ്ങളുടെ സംഘടനകൾ വർഷങ്ങൾ കൊണ്ട് പറയുന്ന കാര്യങ്ങളാണ്. റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് മഹാഭാരതത്തിൽ ഭാരതത്തിൽ വിമാനം ഉപയോഗിച്ചതായിട്ടുള്ള ചരിത്ര രേഖകളുണ്ട്. ഈ സാഹചര്യത്തിൽ പുതിയ ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇത്തരമൊരു മുദ്രാവാക്യവുമായി CPI വരുമ്പോൾ അത് താങ്കൾ നേരത്തെ പറഞ്ഞ വ്യക്തിപരമായ ഒരുപാട് പേരുടെ NE ബൽറാമിനെ പോലുള്ളവരുടെ, കെ ദാമോദരനെ പോലുള്ളവരുടെ ഒക്കെ വ്യക്തിപരവും രാഷ്ട്രീയവുമായ ഒക്കെയുള്ള അന്വേഷണങ്ങൾക്കപ്പുറം ഇത്തരമൊരു മുദ്രാവാക്യം ഇപ്പോൾ ഉയർത്തുമ്പോൾ അതിൽ ചില സന്ദേഹങ്ങൾ അല്ലെങ്കിൽ ചില സങ്കീർണതകൾ അത് പാർട്ടി അഭിമുഖീകരിക്കേണ്ടി വരില്ലേ? അല്ല, CPI ഇതേക്കുറിച്ച് നടത്തുന്ന അന്വേഷണം, സംവാദം ഞാൻ മനസ്സിലാക്കുന്നത് നേരത്തെ തന്നെ രാഹുൽ സംഘത്തേൻ മുതൽ NE ബാലറാം മുതൽ കെ ദാമോദരൻ മുതൽ നടത്തിയ, EMS മുതൽ നടത്തിയ ഇന്ത്യയിലെ ഇടതുപക്ഷ ചരിത്രകാരന്മാരും തത്വചിന്തകരും ഒക്കെ നടത്തിയ ഒരു പഠനത്തിന്റെ തുടർച്ചയിലായിരിക്കും തീർച്ചയായിട്ടും ഈ അന്വേഷണങ്ങളും പഠനങ്ങളും നടക്കാൻ പോകുന്നത്. ഒരു പരിധിവരെ ഇത്തരൊരു അന്വേഷണവും പഠനവും അനിവാര്യമാണ് എന്ന കാഴ്ചപ്പാടാണ് ഞാനും മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ ഏത് നിലപാടിൽ നിന്നുകൊണ്ടായിരിക്കും ഇത്തരം അന്വേഷണങ്ങൾ വികസിപ്പിക്കപ്പെടേണ്ടത് എന്നതിനെ കുറിച്ച് ഒരു പക്ഷേ ഈ സെമിനാറിൽ അവതരിപ്പിക്കപ്പെടുന്ന പ്രബന്ധങ്ങൾ, അതിന്റെ നിലപാടുകൾ, ഇതൊക്കെ പൂർണ്ണമായും വ്യക്തമായി കഴിഞ്ഞതിന് ശേഷമേ ആ കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാൻ പറ്റൂ. പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം, അതായത് ഭാരതത്തിൽ ഉള്ളത് ലോകത്തിലുണ്ട്. അത് ശരിയാണ്. കാരണം ഭാരതം ഉൾപ്പെടെ ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളും വൈജ്ഞാനിക അന്വേഷണങ്ങൾ നടത്തിയിട്ട് ലോകത്തിലെ മനുഷ്യ സമൂഹത്തിന് നിരവധി സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഭാരതത്തിൽ ഉള്ളത് ലോകത്തിൽ എവിടെയില്ല എന്ന അർത്ഥത്തിലേക്ക് നമ്മൾ കാര്യങ്ങൾ വെട്ടിച്ചുരുക്കുമ്പോൾ അത് ഒരു വൈജ്ഞാനിക അന്വേഷണം അല്ല, അതൊരു വൈകാരികമായ ഒരു സമീപനായിരിക്കും. അതാണ് നേരത്തെ എന്റെ സുഹൃത്ത് ഇവിടെ അവതരിപ്പിച്ചത്. അതായത് ലോകത്തിലുള്ള എല്ലാം ഭാരതത്തിലുണ്ട്, ഭാരതത്തിലുള്ളത് ലോകത്തിലില്ല എന്ന് പറയുമ്പോൾ ഭാരതം ലോകത്തിന്റെ ഗുരുസ്ഥാനത്താണ്. ഈ ഒരു കാഴ്ചപ്പാട് ശരിവെക്കുന്ന തരത്തിൽ നമ്മുടെ തത്വചിന്തയിൽ എന്താണുള്ളത്
എന്ന് നമ്മൾ കുഴിച്ചു നോക്കുന്നത് തീർച്ചയായിട്ടും ആരോഗ്യകരമായ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇത് തള്ളപ്പെടേണ്ടതല്ല. പക്ഷെ ഇത് വിമർശനാത്മകമായി അന്വേഷിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ അന്വേഷിക്കുമ്പോൾ ഇന്ത്യൻ തത്വചിന്ത ഒരു മേൽക്കോയ്മ മർദ്ദക സ്ഥാപനമായി അടിച്ചമർത്തിയ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. ഒരുപക്ഷെ കുമാരനാശൻ പോലും പാടിയിട്ടുള്ളത് പോലെ ഭാരതമാതാവിന്റെ ഗർഭത്തിൽ അലസിപ്പോയ തുഞ്ചന്മാരും കുഞ്ചന്മാരും മാത്രമല്ല, എത്രയോ പ്രതിഭകളുണ്ട്. അങ്ങനെ എത്രയോ മനുഷ്യരുടെ ആവിഷ്കാരത്തെ തന്നെ അസാധ്യമാക്കും വിധം മർദ്ദകമായി മാറിയ ഇന്ത്യൻ തത്വചിന്തയുടെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? അതിനെ ഇന്ന് പിന്തുണയ്ക്കുന്നത് ആരാണ്? അതിനെ ഇന്ന് ചോദ്യം ചെയ്യുന്നത് ആരാണ്? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. അംബേദ്കർ ഞാൻ പറയാൻ കാരണം ഈ മണ്ഡലത്തിൽ വലിയ ഒരു ഇടപെടൽ നടത്തിയ ഇന്ത്യൻ ദൈക്ഷണികനാണ് അംബേദ്കർ. അതുകൊണ്ട് അംബേദ്കറോട് സംവദിക്കുക എന്നുള്ളത് ഇത്തരം ഒരു തത്വചിന്താപരമായ തലത്തിൽ അനിവാര്യമാണ്. അദ്ദേഹം ബുദ്ധമതത്തെ പറ്റി പറയുന്നത് ഫ്രഞ്ച് വിപ്ലവം പോലെയാണ് ഇന്ത്യയിൽ ബുദ്ധമതം എന്നാണ്. അപ്പൊ ആ അർത്ഥത്തിൽ ഇന്ത്യൻ തത്വചിന്തയെ വെട്ടിച്ചുരുക്കുന്ന പ്രവണതക്കെതിരെ അതിനെ ഇന്ത്യൻ ജനജീവിതത്തിലേക്ക് വ്യാപിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അന്വേഷണം തീർച്ചയായിട്ടും CPIയുടെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്ന അന്വേഷണം ആ വിധത്തിലായിരിക്കും എന്ന് കരുതാനാണ് എനിക്ക് താല്പര്യം. കാരണം ഇതിനു മുമ്പ് ശ്രീ CN ചന്ദ്രൻ അങ്ങനെ ആഗ്രഹിക്കുന്നു KN, പക്ഷേ അങ്ങനെ സംഭവിക്കുമോ? അത് സെമിനാർ കഴിയുമ്പോഴേ അറിയാൻ പറ്റൂ എന്നും ശ്രീ KN പറയുന്നു. ഈ തരത്തിൽ ആ അന്വേഷണത്തെ വികസിപ്പിക്കാൻ തുടർന്നുള്ള ശ്രമങ്ങൾ കൊണ്ട് സാധിക്കുമോ? തീർച്ചയായും നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഈ മുന്നിൽ നടന്നവരൊക്കെ ചൂണ്ടിക്കാണിച്ച അവർ നടത്തിയ ആ പ്രവർത്തനങ്ങൾ കുറെ കൂടി ശക്തിപ്പെടുത്താൻ ഞങ്ങൾ ഉറച്ച കാലോടെ ഈ രംഗത്ത് മുമ്പോട്ട് പോകാൻ കഴിയാത്തവരാണ്. നേരത്തെ പറഞ്ഞ ദാമോദരനാവട്ടെ, അതുപോലെ തന്നെ ബാലറാം ആവട്ടെ, EMS ആവട്ടെ, അതുപോലുള്ള ദൈക്ഷണിക ദീപ്തി തെളിയിച്ച ഒട്ടേറെ ആളുകൾ ഞങ്ങൾക്ക് മുന്നിൽ നടന്നവരാണ്, ഞങ്ങൾക്ക് വെളിച്ചമായി നടന്നവരാണ്. അവരുടെ ആ ഉത്തരവാദിത്തം പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളൊരു പരിമിതിയുണ്ട്. അതിലേക്ക് നടക്കാൻ പതുക്കിയെങ്കിലും അവർ പഠിക്കുന്നതിന് വേണ്ടി ശ്രമിച്ച കാര്യങ്ങൾ കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരവസരം ഇതിലൂടെ ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മുൻവിധി ഒന്നുമില്ലാതെ സ്വതന്ത്രമായ കാഴ്ചപ്പാടോടുകൂടി തികഞ്ഞ മതേതര സ്വഭാവത്തോടു കൂടിയുള്ള തിരിച്ചറിവ് നമുക്ക് ഈ രംഗത്ത് വളർത്തിയെടുക്കണം. ആ അന്വേഷണങ്ങളിൽ ദളിതരും മതന്യൂനപക്ഷങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന രീതിയിൽ ഒരു അന്വേഷണം സാധ്യമാകുമോ എന്നതാണ്. പ്രത്യേകിച്ച് ഇതിനെ വളരെ ഹർഷത്തോടുകൂടി BJP സ്വാഗതം ചെയ്യുക കൂടി ചെയ്യുമ്പോൾ എന്തോ ഒന്ന് സംശയിക്കപ്പെടുന്നു. BJP സംശയിക്കപ്പെടുന്നത് അല്ലെങ്കിൽ BJP സ്വാഗതം ചെയ്യുന്നത് അവര് മറ്റൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ആ ലക്ഷ്യം BJPയുടെ ഒരു ഹിഡൻ രാഷ്ട്രീയ അജണ്ടയാണ്. അവരുദ്ദേശിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല ഞങ്ങളിവിടെ ഉദ്ദേശിക്കുന്നത്. ശ്രീ CN ചന്ദ്രൻ തിരിച്ചെത്താം. ശ്രീ VV രാജേഷ് വളരെ പെട്ടെന്ന് മറുപടി. അല്ല, ഞങ്ങൾ സ്വാഗതം ചെയ്തത് ഭാരതീയ തത്വചിന്തയെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അവരുടെ മുന്നേറ്റം തയ്യാറായതിനെയാണ് ഞങ്ങൾ സ്വാഗതം ചെയ്തത്. അവർ തയ്യാറായപ്പോൾ അതൊരു നല്ല കാര്യമാണ് എന്ന് തോന്നിയിട്ടാണ് ഞങ്ങൾ സ്വാഗതം ചെയ്തത്. ഞങ്ങൾക്ക് അതൊരു ശരിയായ രീതിയിൽ അവർ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് വേണ്ട, അത് തെറ്റാണ്, അതില്ലെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഇത് ഇത്തരത്തിലൊന്നും പഠിക്കാൻ പാടില്ല എന്ന് പറയുവാൻ വേണ്ടിയിട്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ സാധിക്കുകയില്ല. ഇത് ഞങ്ങൾ സ്വാഗതം ചെയ്തതിൻ്റെ പിന്നിൽ അവർ നടത്തിയ പ്രവർത്തനത്തിൻ്റെ നന്മ കണ്ടുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ കാര്യം സ്വാഗതം ചെയ്തത്. ഞങ്ങൾക്കിതിൽ യാതൊരു സ്വാർത്ഥ ലക്ഷ്യവുമില്ല. CPI ഈ ഇന്ത്യൻ തത്വചിന്തയെക്കുറിച്ച് പഠിച്ചതുകൊണ്ട് BJPക്ക് രാഷ്ട്രീയം അത്തരത്തിലൊരു സങ്കുചിത നിലപാടുകൾ കാര്യങ്ങൾ സ്വീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമല്ല ഞങ്ങളുടേത്. ഞങ്ങൾ സ്വാഗതം ചെയ്തത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഒരു ഇന്ത്യനൈസേഷന് തയ്യാറായി കഴിഞ്ഞാൽ, ഭാരതത്തിലുള്ള നന്മകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ വിളിച്ചു പറയുവാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ഭാരതത്തിൽ കുറച്ചുകൂടി പ്രസക്തി ഉണ്ടാകും എന്നുള്ള ഉദ്ദേശത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞത്. CN ചന്ദ്രൻ, അതാണോ ഉദ്ദേശിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അതാണോ ലക്ഷ്യം വെക്കേണ്ടതും? തീർച്ചയായും ഞങ്ങൾക്ക് ഈ പറയുന്ന മേഖലകളിൽ ഭാരതം നൽകിയിരിക്കുന്ന സംഭാവന, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ദർശനങ്ങൾ ലോകത്ത് നൽകിയ സംഭാവനയുണ്ട്, നമ്മുടെ നാട്ടിൽ നൽകിയ സംഭാവനകളുണ്ട്, നമ്മുടെ മഹത്തായ സംസ്കാരമുണ്ട്. ഇതിനോടൊപ്പം ഞങ്ങൾ തുടർന്ന് മറ്റു വിവിധ മേഖലകളിലേക്ക് പോവുകയാണ്. ബുദ്ധനും ജൈനും ഈ നാടിന് നൽകിയ സംഭാവനയുണ്ട്. മതങ്ങളും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും ഭൗതിക ചിന്തകൾ ഈ നാടിന് നൽകിയ സംഭാവനകളുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ട് വേണം ഇന്ത്യൻ സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ. ഞങ്ങളിത് പുതിയ വിഷയമല്ല. ഞങ്ങളുടെ പാർട്ടി, പ്രത്യേകിച്ച് പാർട്ടിക്കകത്ത് തന്നെ പാർട്ടി നടത്തുന്ന വിദ്യാഭ്യാസത്തിൽ ഭാരതീയ ചിന്തകളൊരു വിഷയമാണ്. ഇതെന്തോ ഒരു അത്ഭുതം ഞങ്ങൾ നടത്തുന്നത് പോലെ നിങ്ങൾ കരുതരുത്. നേരത്തെ തന്നെ
ദാമോദരനും അതുപോലെ തന്നെ ബാലറാമും EMS ഉൾപ്പെടെയുള്ള ആളുകൾ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെടുന്ന ദർശനങ്ങളെക്കുറിച്ച് ചിന്തകളെക്കുറിച്ച് ബാലറാം വിവേകാനന്ദനെ കുറിച്ച് എഴുതിയത് വായിച്ചിട്ടുണ്ടോ? ഒരു ഘട്ടത്തിൽ EMS തന്നെ ബാലറാമിനോട് പറയുകയുണ്ടായി, ഈ ജോലി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ബാലറാമിനെ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ചുമതല ഏൽപ്പിച്ചതാണ് സഖാവ് EMS. ബാലറാമിന് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് അദ്ദേഹം മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ഈ ദർശനങ്ങളെ കുറിച്ചെല്ലാം കുറെ കൂടി മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ അടിവരയിട്ട് ഞാൻ പറയുന്നു, ഒരു മതേതര സ്വഭാവത്തോടു കൂടിയുള്ള തിരിച്ചറിവ് നമുക്ക് വളർത്തിക്കൊണ്ടുവരണം. ഇത് ആരെയെങ്കിലും കമ്പാർട്ട്മെന്റിൽ അടച്ചുപൂട്ടി ഇത് അവരതാണ് എന്ന് പറയുന്നതല്ല ഇന്ത്യയുടെ ദർശനങ്ങൾ. ഇന്ത്യയുടെ സംസ്കാരം ഇടപെടുന്നു ശ്രീ CN ചന്ദ്രൻ, ഒപ്പം ശ്രീ VV രാജേഷ്, ശ്രീ KN കുഞ്ഞാമത ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് പൂർണ്ണമാവുന്നു. നമസ്കാരം.